ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. BRO റിക്രൂട്ട്മെന്റ്, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി, പക്ഷേ ലിങ്കിന്റെ കുറച്ച് ആക്ടിവേഷൻ പ്രോബ്ലം കാരണമാണ് ഇത്ര ദിവസം ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ എന്താണ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിഫോം ടൈപ്പ് ഓഫ് ജോബ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്. ബോർഡറിലെ റോഡിന്റെ മെയിൻ്റനൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഓപ്പറേഷൻസും അതിന്റെ നെറ്റ്വർക്കിങ്ങും ആണ് ആര് ചെയ്യുന്നത്, ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അണ്ടർ ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് കേട്ടോ. ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഇതാണ്. ഇവരെന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ സഹായിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാലോ, ആംഡ് പാരാമിലിറ്ററി ഫോഴ്സസിനെയൊക്കെ സഹായിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്ക് ആണ് ഇവർക്കുള്ളത്. ഓപ്പറേഷണൽ കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നത് ഇവരാണ്. റോഡ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ഇന്ത്യ തന്നെയാണ്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആണ്, നമ്മുടെ ഡിഫൻസിന്റെ കീഴിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല പോസ്റ്റിംഗ് ആണ്, 50,000 അടുപ്പിച്ച് സാലറി വരുന്ന ഒരു നല്ലൊരു ജോബ് പോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതെന്താണ്, തപാൽ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടല്ല അപ്ലൈ ചെയ്യാനുള്ള, തപാൽ വഴിയാണ് അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BRO എയിം ടു ഫിൽ എ ടോട്ടൽ ഓഫ് 466 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. 466 വാക്കൻസീസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 466 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് വന്നത് ഒന്ന് ഡ്രൈവറിന്റെ പോസ്റ്റിലേക്ക് വാക്കൻസി കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഡ്രോട്സ്മാൻ എന്ന ടൈപ്പ് ഓഫ് ഈ സിവിലിന്റെ എഞ്ചിനീയറിംഗ് വർക്ക്സും അതുപോലെ തന്നെ ഇതിന്റെ എങ്ങനെയൊക്കെ ഇത് ബിൽഡ് ചെയ്യണമെന്നൊക്കെ കാണിക്കുന്ന അങ്ങനത്തെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളെയാണ് ഡ്രോട്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഡ്രോട്സ്മാനും അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്കും, പിന്നെ മെഷീനിസ്റ്റ് ഉണ്ട്, ടേണേഴ്സ് ഉണ്ട്, മാനുഫാക്ചറിങ് ഓഫ് ഓരോ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അവരുടെ വാക്കൻസിയും കൂടെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുമോ, അപ്ലൈ ചെയ്യാവൂ. ഡ്രോട്സ്മാൻ കണ്ടോ 16 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. സൂപ്പർവൈസറിന് 2 വാക്കൻസിയേ ഉള്ളൂ. ടേണേഴ്സിന് 10 വാക്കൻസി ഉണ്ട്. മാനുഫാക്ചറിങ് ഓഫ് മെറ്റൽസ്, അങ്ങനത്തെ ഈ കൺസ്ട്രക്ഷൻ വർക്കിന് ആവശ്യമുള്ള സാധനങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ് ടേണേഴ്സ്. ഇനി അടുത്ത മെഷീനിസ്റ്റുകൾ ഓരോ വേക്കൻസിയേ ഉള്ളൂ. ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറിക്ക് വേണ്ടിയുള്ളത് 18 വാക്കൻസി. അതേസമയം ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട്, അവിടുത്തെ ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ടിന് വേണ്ടിയായിട്ട് 417 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അവിടെയാണ് നിങ്ങളുടെ പ്ലസ് പോയിന്റ്. ഡ്രൈവർ വാക്കൻസിയാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത്. അപ്പം ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ഹെവി വെഹിക്കിളിന്റെ ലൈസൻസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ എന്താണ്, ബോർഡറിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നതെന്നുള്ളൊരു കാര്യം എപ്പോഴും ചിന്തിക്കുക. പിന്നെ ആർമിയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ഇത്രയും ബോർഡേഴ്സിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ കുറച്ച് എന്താണ് റിസ്കി ജോബാണ്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ BRO എലിജിബിലിറ്റി ക്രൈറ്റീരിയ ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 18 to 25 ഇയേഴ്സ് ആണ് വരുന്നത് കേട്ടോ. 18 to 25 വയസ്സാണ് നിങ്ങളുടെ നല്ലൊരു സമയമാണ്. അത് ഒരിക്കലും ഞാൻ എന്താണ് ഈ ഒരു ബോർഡറിലൊക്കെ ചെന്ന് കളയണമെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ SCക്ക് STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷൻ വരുന്നുണ്ട്. 25+5 30 വയസ്സ് വരെ ഉള്ളവർക്ക് SCയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. UREWSന് പ്രത്യേകിച്ച് കാറ്റഗറിയിൽ 18 to 25 തന്നെയാണ്. അതർ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അത് 3 വർഷമാണ് കേട്ടോ. 3 ഇയേഴ്സ് ആണ്. അതായത് 28 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, OBCയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. OBCയിൽ നിന്ന് 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എത്രയാണ്, 10ാം ക്ലാസ് ആണ് കേട്ടോ. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ITA ചിലതിൽ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, മെട്രിക്കുലേഷൻ ലെവലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നാഷണാലിറ്റി വന്നിട്ട് ഇന്ത്യൻ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതായത് ഓൾ ഇന്ത്യ വാക്കൻസി ആണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നോ പ്രയർ എക്സ്പീരിയൻസ് റിക്വയർഡ്. ഒരു പ്രത്യേകിച്ച് എക്സ്പീരിയൻസിന്റെ കാര്യം ഒന്നും ചോദിക്കുന്നില്ല അവർ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഡീറ്റെയിൽസ്. നമുക്ക് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഡ്രോട്സ്മാൻ ആണെങ്കിൽ എന്താണ്, 10ാം ക്ലാസ്സും അതല്ലെങ്കിൽ എന്താണ് ഇക്വലന്റ് വിത്ത് ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻഷിപ്പ്. ഒന്നി നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി, അല്ലെങ്കിൽ എന്ത് മതി, ഡിപ്ലോമ ഉണ്ടായിരുന്നാൽ മതി. ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ടവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സൂപ്പർവൈസറിനാണെങ്കിൽ മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് സൂപ്പർവൈസർ വേക്കൻസി കേട്ടോ. എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ് അതെന്ത് ഉള്ളത്, സൂപ്പർവൈസറിന് കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് എന്താണ്,
മെട്രിക്കുലേഷൻ ഓർ ഇക്വലന്റ് വിത്ത് ആൻ ITI സർട്ടിഫിക്കറ്റ് ഇൻ ടേണർ ട്രേഡ് കേട്ടോ. ടേണർ ട്രേഡിൽ നിങ്ങൾക്ക് ഒരു ITI സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടാവണം. ഈ മെട്രിക്കുലേഷൻ എങ്കിൽ 10ാം ക്ലാസ് പറയുന്നെങ്കിലും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഈ ITI സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ്, ഒരു മെറിറ്റ് ലിസ്റ്റ് പോലെയാണ്, ഒരു പ്ലസ് പോയിന്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. 10ാം ക്ലാസ് പ്ലസ് ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ടേണർ ട്രേഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മെഷീനിസ്റ്റ് ആണെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഇൻ മെഷീനിസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി ആണെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഇൻ ദ റിലവന്റ് ട്രേഡ് ഓർ എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് എക്സ്കവേറ്റിംഗ് മെഷീനറി. ഇതിൽ എന്താ വേണം, ഓപ്പറേറ്റിംഗ് എക്സ്കവേറ്റിംഗ് മെഷീനറി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഏതിലുണ്ടായാൽ മതി, എന്തെങ്കിലും റിലവന്റ് മെഷീനറി റിലേറ്റഡ് ട്രേഡിൽ ഉണ്ടായിരുന്നാൽ മതി. ഓപ്പറേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രേഡിൽ ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതൊന്നും നോക്കേണ്ടത്, നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ആണ്. അത് നിങ്ങൾക്ക് എന്ത് മതി, 10ാം ക്ലാസ് പ്ലസ് വിത്ത് വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടോ. ഹെവി വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഹെവി വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലാക്കിക്കോളുക. ആദ്യം റിട്ടൺ എക്സാമിനേഷൻ ആണ് വരുന്നത്. റിട്ടൺ വരുന്നുണ്ട്. ആദ്യത്തെ എക്സാമിനേഷൻ റൈറ്റിംഗ് എക്സാം, റിട്ടൺ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഓരോ പോസ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ ഫിസിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്ന എന്തിനാണ്, ഈ പറയുന്ന നമ്മുടെ ഡ്രൈവിംഗ് പോസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മുടെ ഈ പറയുന്ന ടേണേഴ്സ് അങ്ങനെയുള്ള ഡ്രാഫ്റ്റ് മാനോ എന്തെങ്കിലും ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ചിലതിൽ എന്തായിരിക്കും, ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് അവരുടെ ആ ഒരു പോസ്റ്റ് അനുസരിച്ചായിരിക്കും, ആസ് പെർ ദ പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് ആണെന്ന് അവർ വിധിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും അത്രയാണ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നു, മെഡിക്കൽ നടത്തുന്നു, എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. നോർമൽ എല്ലാ കാറ്റഗറിക്കും എന്താണ് 50 രൂപ. SC STക്ക് ആണ് എന്ത് ചെയ്യുന്നത്, നില്ലാണ്. SC STക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നില്ലാണ് കേട്ടോ. SC STക്കാർക്ക് നില്ലാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ OBC EWS UR കാറ്റഗറിക്കൊക്കെ 50 രൂപ തന്നെയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നില്ലാണ്, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് കൊടുക്കേണ്ട. ഓഫ്ലൈൻ ഫോർമാറ്റ് ആണ്, മറക്കരുത്. ഓൺലൈൻ ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്, ഓഫ്ലൈൻ തപാൽ വഴിയാണ് അയക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എക്സാം പാറ്റേൺ മനസ്സിലാക്കിക്കോളുക. പഠിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. റിട്ടൺ എക്സാമിനേഷന് ജനറൽ നോളജും ഉണ്ട്. റിലേറ്റഡ് ട്രേഡ് സബ്ജക്ട്, നിങ്ങൾ ഏത് ട്രേഡ് ആണോ പഠിക്കുന്നത് അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പറയുന്ന സൂപ്പർവൈസർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ഓപ്പറേഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ട്രേഡ് എന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഡ്രൈവിംഗ് ആണെങ്കിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഡ്യൂറേഷൻ വരുന്നത് 1 മണിക്കൂർ, 1 hour to 3 hours എന്നാണ് പറയുന്നത്. ഡിപ്പെൻസ് ഓൺ ട്രേഡ് ആണ്. അതായത് നിങ്ങൾ ഏത് ട്രേഡ് ആണോ നിങ്ങൾ എഴുതുന്നത് അതനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്നാണ് പറയുന്നത്. ആ സമയം നിങ്ങൾക്ക് തരുന്നത് അതനുസരിച്ചായിരിക്കും. 100 മാർക്കിനാണ് എന്തായാലും കണ്ടക്ട് ചെയ്യുന്നത്. 100 മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷനിൽ ഓരോ ഏത് ട്രേഡാണോ എടുക്കുന്നത് ആ ട്രേഡ് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ടൈമിംഗ് വരുന്നത്. എന്തായാലും 100 ക്വസ്റ്റ്യൻ കാണും. ജനറൽ നോളജ് ആയിരിക്കും ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് വരുന്നത്. 50ഓളം ക്വസ്റ്റ്യൻസ് ജനറൽ നോളജും മറ്റത് എന്തായിരിക്കും, ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റെപ്സ് ടു അപ്ലൈ ഒന്നും ശ്രദ്ധിച്ചോളുക. ഓൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഓൺ ഓർ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് കണ്ടായിരുന്നു നിങ്ങൾ? ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു? ഇവിടെ കണ്ടോ, 11 നവംബറിനാണ് എക്സാം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത്. നവംബർ 11-നും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 16 നവംബറിനുമാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് വരുന്നത് 13 നവംബർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നവംബർ അല്ല, ഡിസംബർ ആണ് കേട്ടോ. ഡിസംബർ എത്ര വരെ ഉണ്ട്, 30 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. ഡിസംബർ 30 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. 30-ാം തീയതി ഡിസംബർ 30 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കയറേണ്ട വെബ്സൈറ്റ് മനസ്സിലാക്കി വയ്ക്കുക. marvels.bro.gov.in എന്ന വെബ്സൈറ്റിലാണ് കയറേണ്ടത്. bro.gov.in എന്ത് ചെയ്യത്തില്ല, എടുക്കില്ല. marvels.bro.gov.in കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, റിക്രൂട്ട്മെന്റ് ടാബ് ഉണ്ടായിരിക്കും. ആ റിക്രൂട്ട്മെന്റ് ടാബിൽ കയറി എന്ത് ചെയ്യുക, പബ്ലിക്കേഷൻ ഓഫ് വാക്കൻസീസ് നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്താൽ തന്നെ അതിൻ്റെ ഏറ്റവും താഴത്തെ ഇതിൽ എന്ത് കാണും, നിങ്ങൾക്ക് ഈ BRO ആപ്ലിക്കേഷൻ ഫോം കിട്ടും കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും കഫേയിലോ എന്തെങ്കിലും അടുത്തുള്ള എവിടെയെങ്കിലും ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം പറയുക. marvels.bro.gov.in കയറിയിട്ട് റിക്രൂട്ട്മെന്റ് ടാബ് എടുക്കുമ്പോൾ അതിൽ തന്നെ പബ്ലിക്കേഷൻ ഓഫ് വാക്കൻസി ഓഫ് BRO റിക്രൂട്ട്മെന്റ് കാണും. അതിൽ BRO ആപ്ലിക്കേഷൻ ഫോം
ഫോം എടുക്കുക. ഫോം ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം മൊത്തം ഫില്ല് ചെയ്ത് അതിൽ വേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് അതിൽ ചോദിക്കും. ഡോക്യുമെന്റ്സ് എല്ലാം അതിൽ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്തിട്ട് എവിടേക്ക് സെൻഡ് ചെയ്യണം നിങ്ങൾ? സെൻഡ് ദെയർ ആപ്ലിക്കേഷൻ ഫോം ടു ദ കമാൻഡന്റ് BRO സ്കൂൾ ആൻഡ് സെന്റർ ഡിജി ക്യാമ്പ് പൂനെയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പിന്നൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. രജിസ്റ്റേർഡ് പോസ്റ്റ് എലോങ് വിത്ത് അക്നോളജ്മെന്റ്. ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെൻഡ് ചെയ്യേണ്ടത്. എല്ലാ ഫോമും ഫില്ല് ചെയ്തതിന് ശേഷം വേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് അതിൽ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് അഡ്രസ്സിലേക്ക് അയക്കേണ്ട, തപാൽ വഴി ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ താഴെ PDF പ്രൊവൈഡ് ചെയ്തിരിക്കാം. അത് കയറി ചെക്ക് ചെയ്യുക കേട്ടോ. എല്ലാം മനസ്സിലാക്കി നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.